ആയൂരിൽ ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ ഗോഡൌണിന്റെ ഹാളിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ട മലപ്പുറം സ്വദേശി അലിയുടെയും ചടയമംഗലം സ്വദേശി ദിവ്യമോളുടെയും മൃതദേഹങ്ങൾ സംസ്കരിച്ചു. കടയുടമയായ കരിപ്പൂർ സ്വദേശി കരിപ്പത്തൊടിയിൽ 35 വയസ്സുള്ള അലി, ചടയമംഗലം കുരിയോട് ചന്ദ്രവിലാസത്തിൽ രാജീവിന്റെ ഭാര്യ 40 വയസ്സുള്ള ദിവ്യമോൾ എന്നിവരാണ് ഇക്കഴിഞ്ഞ 18-ന് വെള്ളിയാഴ്ച കടയുടെ താഴെയുള്ള ഗോഡൌണിന്റെ ഹാളിലെ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത്. നാടിനെ ഞെട്ടിച്ച ദാരുണമായ സംഭവമാണ് ഉണ്ടായത്. കഴിഞ്ഞ ഓണത്തോടനുബന്ധിച്ചാണ് ആയൂരിൽ കൊട്ടാരക്കര റോഡിൽ മലപ്പുറം കരിപ്പൂർ സ്വദേശിയായ അലി എന്ന യുവാവ് ടെക്സ്റ്റൈൽ ഷോപ്പ് ആരംഭിക്കുന്നത്. മലപ്പുറത്ത് ഫർണിച്ചറിന്റെ നിർമ്മാണശാലയുള്ള അലി വിവിധ സ്ഥലങ്ങളിലായി ഫർണിച്ചർ സാധനങ്ങൾ വിതരണം നടത്തുകയും പാർട്ണർഷിപ്പിൽ ബിസിനസ് നടത്തി വരികയുമായിരുന്നു. ചടയമംഗലത്തും ഇദ്ദേഹത്തിന് പാർട്ണർഷിപ്പിലുള്ള ഷോറൂം പ്രവർത്തിക്കുന്നു എന്നാണ് വിവരം. ചടയമംഗലത്തെ ഫർണിച്ചർ സ്ഥാപനത്തിൽ നിന്ന ദിവ്യയാണ് പിന്നീട് ആയൂരിലെ ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ മാനേജരായി വന്നത്. തുടർന്ന് ഷോപ്പിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ദിവ്യയ്ക്കായിരുന്നു എന്നും പറയുന്നു. വ്യാഴാഴ്ച രാത്രിയിൽ ദിവ്യ വീട്ടിലെത്താത്തതിനെ തുടർന്ന് വീട്ടുകാർ അന്വേഷണം നടത്തിയിരുന്നു. എന്നാൽ ഫോൺ വിളിച്ചെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. വെള്ളിയാഴ്ച രാവിലെ ബന്ധുക്കളും കടയിലെ സ്റ്റാഫുകളും കടയിലെത്തി പരിശോധന നടത്തുകയും സംശയം തോന്നിയതിനെ തുടർന്ന് ചടയമംഗലം പോലീസിനെ വിവരമറിയിക്കുകയുമായിരുന്നു. ചടയമംഗലം പോലീസ് സ്ഥലത്തെത്തി വാതിൽ തകർത്ത് അകത്ത് കയറി. തുടർന്ന് വാർഡ് പ്രതിനിധിയുടെയും ബന്ധുക്കളുടെയും സാന്നിധ്യത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. ഇരുവരുടെയും മരണത്തിനിടയാക്കിയ വിവരം പോലീസ് വിശദമായി അന്വേഷിച്ചു വരികയാണ്. സാമ്പത്തിക സ്രോതസ്സുകളും മറ്റ് വിവരങ്ങളും പോലീസ് ശേഖരിക്കുന്നുണ്ട്. യുവതിയുടെ ബാങ്ക് അക്കൗണ്ടുകളും യുവാവിന്റെ ബാങ്ക് അക്കൗണ്ടുകളും പോലീസ് പരിശോധിക്കും. എന്നാൽ ഇരുവരുടെയും തൂങ്ങിമരണവുമായി ബന്ധപ്പെട്ട് ദുരൂഹതകളൊന്നും തന്നെയില്ലെന്ന് പോലീസ് അറിയിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും തൂങ്ങിമരണമാണെന്ന് ഡോക്ടർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഫോറൻസിക് വിദഗ്ധരുടെ പരിശോധനയിലും ദുരൂഹതകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നടപടികൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30 പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി. വൈകിട്ടോടെ മലപ്പുറത്ത് നിന്നും അലിയുടെ ബന്ധുക്കളെത്തുകയും രാത്രി 10:30 മണിയോടെ മൃതദേഹം ഏറ്റുവാങ്ങി നാട്ടിലേക്ക് കൊണ്ടുപോവുകയുമായിരുന്നു. പോലീസിന്റെ തുടർ നടപടികൾക്ക് വേണ്ടി ഇരുവരുടെയും ഫോണുകൾ പരിശോധനയ്ക്ക് അയക്കും. ഷോപ്പിലെ ജീവനക്കാരുടെ മൊഴികൾ ചടയമംഗലം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. സ്റ്റാഫുകൾ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലും വിശദമായി പോലീസ് അന്വേഷണം നടത്തും. ഇരുവരും നടത്തിയ സാമ്പത്തിക ഇടപാടുകളെ പറ്റിയും പോലീസ് വിശദമായി അന്വേഷിക്കും. എന്നാൽ സംഭവത്തിൽ ദുരൂഹതകൾ ഇല്ലെന്നാണ് പോലീസ് തീർത്തും പറയുന്നത്. മരിച്ച അലിക്ക് ഭാര്യയും 3 കുട്ടികളുമുണ്ട്. ദിവ്യമോൾക്ക് 2 പെൺകുട്ടികളുമാണ്. എന്തായാലും രണ്ടുപേരുടെയും കുടുംബങ്ങൾക്ക് കടുത്ത ആഘാതമാണ് ഇരുവരുടെയും മരണങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത്. ചടയമംഗലം CI N സുനീഷ്, SI മോനിഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ട്രൂത്ത് വിഷൻ ന്യൂസ്, ചടയമംഗലം. അല്ല